മയിൽ തായമ്പൊയിൽ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയം കളിസ്ഥലത്തിനായി സഞ്ചരിക്കുന്നത് വേറിട്ട വഴികളിലൂടെ 60 ലക്ഷം രൂപ സമാഹരിക്കാൻ സ്നേഹസദ്യ അടക്കം വിളമ്പിയിരിക്കുകയാണ് തായമ്പൊയിലുകാർ. തായമ്പൊയിലിന് ഒരു ഗ്രൗണ്ട് വേണം. അതിന് 1/2 കോടിയിലധികം രൂപയും. ആ ലക്ഷ്യം വലുതാണെന്ന് കണ്ട് അവർ പകച്ചില്ല. പണം കണ്ടെത്താനായി അവർ പല വഴികളിൽ സഞ്ചരിച്ചു. അറിവിന്റെ കരുതലിന്റെ മഹാസ്തംഭമായി അവിടെ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയം നിലകൊള്ളുന്നുണ്ട്. ആ തണൽ തന്നെയാണ് മയിൽ തായമ്പൊയിൽ ഗ്രാമത്തിന്റെ കരുത്തും. ഒരു മനസ്സോടെ തായമ്പൊയിലുകാർ സദ്യയുണ്ടപ്പോൾ മൈതാനത്തിനായി മിച്ചം വന്നത് 6 ലക്ഷം രൂപയാണ്. 3000 പേർ സദ്യക്കെത്തി. 18 കൂട്ടം വിഭവങ്ങളോടെയാണ് സ്നേഹസദ്യ വിളമ്പിയത്. ഈ സദ്യ വിളമ്പാനും ഒരു തായമ്പൊയിൽ ടച്ചുണ്ടായിരുന്നു. യൂണിഫോം അണിഞ്ഞ 200ഓളം വളണ്ടിയർമാരാണ് സദ്യ വിളമ്പാൻ ഉണ്ടായിരുന്നത്. എല്ലാം നാട്ടുകാർ. ഷൈൻ വെങ്കിടങ്ങും സംഘവും സംഗീത സദ്യയും ഇതിനിടയിൽ ഒരുക്കിയിരുന്നു. $60 ലക്ഷത്തിലധികം രൂപയാണ് കളിസ്ഥലത്തിനായി വേണ്ടത്. സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയത്തിന് മുന്നിൽ തന്നെ 27 സെന്റ് സ്ഥലം വാങ്ങി 1000-ലധികം പേരെ ചേർത്ത് തുടങ്ങിയ ചിട്ടി വഴിയും ഗ്രന്ഥശാല ഭാരവാഹികളും പ്രധാന പ്രവർത്തകരുമായ 10 പേർ ചേർന്ന് ഓരോ ലക്ഷം രൂപയും വീതം എടുത്താണ് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയം തായമ്പൊയിലുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വായിച്ചു വളരാൻ കുട്ടികളെയും യുവാക്കളെയും പ്രാപ്തരാക്കിയ ഈ ഗ്രന്ഥാലയം PSC കോച്ചിംഗ് വഴി ജോലി നേടിക്കൊടുത്ത നിരവധി പേരും ഇവിടെയുണ്ട്. ഒരു കളിസ്ഥലം എന്നതിന് അപ്പുറത്തുള്ള ചിന്തകളും ഇതിന്റെ സംഘാടകർക്കുണ്ട്. പൊതുപരിപാടികൾ നടത്താനുള്ള ആംഫി തിയേറ്റർ, ഓപ്പൺ ജിം, അങ്ങനെ സ്വപ്നങ്ങൾ നിരവധിയാണ്. MV സുമേഷാണ് സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറി. KC ശ്രീനിവാസൻ പ്രസിഡന്റും K ഷാജി ട്രഷററുമാണ്. CV ഹരീഷ് കുമാർ, PP സതീഷ് കുമാർ എന്നിവർ സഹഭാരവാഹികളും. M ഭരതൻ ചെയർമാനായ സംഘാടക സമിതിയാണ് സ്നേഹസദ്യ ഉൾപ്പെടെയുള്ള മറ്റു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. നാടിന്റെ കൂട്ടായ്മകൾ സൃഷ്ടിച്ച് ബാധ്യതകൾ ഇല്ലാതെ മൈതാനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഗ്രന്ഥാലയം ഭാരവാഹികൾ പറഞ്ഞു. ആ ലക്ഷ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും പിന്തുണയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നാടൊന്നാകെ കണ്ട സ്വപ്നം അങ്ങനെ പതിയെ പതിയെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. കൂട്ടായ്മയുടെ സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിച്ച്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.